കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിൽ. ദേശീയപാതയോട് ചേർന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞത്. ഉച്ചയോടെയാണ് സിമന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്ത ഭാഗം ഇടിഞ്ഞു വീണത്. നിലവിൽ സിമന്റ് ബ്രിക്കുകൾ സ്ഥാപിച്ച് മണ്ണിടിച്ചിൽ തടയാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അർജുൻ കല്യാട് ആ പ്രദേശത്ത് നിന്നും വിഷയം വിശദീകരിക്കും. കേൾക്കാം. തീർച്ചയായിട്ടും കുപ്പത്തെ പ്രശ്നത്തിന് ഇതുവരെയും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഓരോ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ ലൈവ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പഴഞ്ചൊല്ലാണ് ആദ്യം ഓർമ്മ വന്നത്, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക. അത് ഈ സ്ഥലത്ത് പ്രയോഗിക്കാൻ ആപ്തമാണോ അല്ലെങ്കിൽ പര്യാപ്തമാണോ എന്ന് നോക്കാൻ വേണ്ടി അതെന്താണ്, അത് ഏത് കോണ്ടക്സ്റ്റിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയതോ അശാസ്ത്രീയമോ ആയ മറ്റൊരു മാർഗം സ്വീകരിക്കുകയും അതുവഴി ആ പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഈ ചൊല്ല് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. വളരെ കൃത്യമാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന സമീപനമാണ് കുപ്പത്ത് ഉള്ളത്. ഇന്ന് പോലും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. അതും ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നല്ല ഭീകരമായ രീതിയിൽ തന്നെയാണ് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. ദേശീയപാതയോട് ചേർന്ന ഭാഗത്താണ് ഇത്തരം മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നുള്ളതും വലിയ അപകട ഭീഷണി ഇവിടെ ഉണ്ട് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കുപ്പം തുടങ്ങിയിട്ടുള്ള പരിസര പ്രദേശങ്ങൾ. ഇതുപോലുള്ള സിമൻറ്റ് പ്ലാസ്റ്ററിങ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ സിമൻറ്റ് പ്ലാസ്റ്ററിങ് ഏകദേശം 1 ഇഞ്ച് കനത്തിൽ പോലും അല്ലാത്ത സിമൻറ്റുകൾ അല്ലെങ്കിൽ സിമൻറ്റിൻ്റെ ഒരു ലെയർ ഈ ഇടിച്ച ഭാഗത്തേക്ക് അങ്ങനെ തന്നെ അപ്പാടെ തന്നെ അടിച്ച് അവിടെ ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പതിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിഹാരം നമുക്കിതൊന്ന് കുത്തിയാൽ പോലും പൊട്ടുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അങ്ങനെ ഓരോ ഭാഗത്ത് ഇടിഞ്ഞ് വീണ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്രയും ഉറപ്പ് മാത്രമേ അതിനുള്ളൂ. 1 ഇഞ്ച് കനം മാത്രമേ ഇതിനുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത്രമാത്രം ഉറപ്പ് മാത്രമേ അതിനുള്ളൂ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യഘട്ടം മുതൽ തന്നെ പലപ്പോഴായി സൂചിപ്പിച്ചതാണ് ഇവിടെയുള്ള മണ്ണിൻ്റെ ഘടന. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഈ കറയുന്ന ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളാണെന്ന് കണ്ടാൽ നമുക്ക് തോന്നും. ഈ കറയുന്ന കഷ്ണങ്ങളൊക്കെ ഒരു വലിയ പാറ. അതാണ് അർജുൻ വിശദീകരിക്കുന്നത് പോലെ മനുഷ്യർക്കൊക്കെ അത്രത്തോളം ഭീതിയുള്ള കാഴ്ചകളാണ് നമ്മൾ ഓരോ ഇടത്തു നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോൾ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ദേശീയപാത അതോറിറ്റിക്കാണെങ്കിലും അല്ല സംസ്ഥാനപാതയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിലും ഒക്കെ എല്ലാവരും കൈമലർത്തുകയാണ് ഇതുവരെയുള്ളത്.